Hi everyone. Today we are going to discuss about biodiversity and conservation. So what is biodiversity? In our biosphere, immense diversity exists not only at the species level but at all the levels of biological organization, ranging from macromolecules to biomes. Biodiversity is the term popularized by the sociobiologist Edward Wilson to describe the combined diversity at all the levels of biological organization. Okay. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫോക്കസ് പോയിൻറ്റ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. Okay, so before moving on to this species area relationship, first of all, we have to know what is a species. Okay, what is a species? They are a group of living organisms consisting of similar individuals capable of exchanging genes or interbreeding. Now we learn about what is a species. Next we have to learn about what is species richness. ഓക്കെ, അടുത്തതായി സ്പീഷീസ് റിച്ച്നെസ് എന്താണെന്ന് നമ്മൾ അറിയണം. സ്പീഷീസ് റിച്ച്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്താണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പഠിക്കാനാവൂ. അപ്പോൾ എന്താണ് സ്പീഷീസ് റിച്ച്നെസ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് പ്രസൻറ്റ് ഇൻ ആൻ ഏരിയ. മോർ സ്പീഷീസ് ഗ്രേറ്റർ റിച്ച്നെസ്. ഓക്കെ, അതായത് ഒരു ഏരിയ എടുത്തു നമ്മൾ, ആ ഏരിയക്കകത്ത് എത്ര സ്പീഷീസ് നമ്പർ ചെയ്യാം, എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ഉണ്ട്, അങ്ങനെ എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ഉണ്ടെന്നുള്ളതിനനുസരിച്ചിട്ടാണ് ആ ഏരിയയുടെ റിച്ച്നെസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ രണ്ട് ഏരിയ എടുത്തു. ഒരു ഏരിയക്കകത്ത് നമ്മൾ എടുക്കുന്നത്, ആ ഏരിയക്കകത്ത് ഇപ്പം ബേർഡ്സിൻ്റെ കുറേ സ്പീഷീസ് ഉണ്ട്. ലൈക്ക് വാട്ടർഫോൾ ബേർഡ്സ്, ഹമ്മിങ് ബേർഡ്സ്, കിവീസ്, ഹോൺബിൽസ്, എമൂസ്, എക്സെട്ര. ഒരു ഏരിയക്കകത്ത് ഏകദേശം ഒരു 5 സ്പീഷീസ് ഓഫ് ബേർഡ്സ് നമ്മൾ കണ്ടു. ദെൻ വേറൊരു ഏരിയ ഉണ്ട്, ആ ഏരിയക്കകത്ത് നമ്മൾക്ക് ഏകദേശം വാട്ടർഫോൾ ബേർഡ്സ്, ഹമ്മിങ് ബേർഡ്സ്, കിവീസ് ഇത്രയാണ് ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഏതിലായിരിക്കും സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ? ഫസ്റ്റ് ഏരിയയിലായിരിക്കും അല്ലേ? കാരണം അവിടെ നമുക്ക് 5 സ്പീഷീസിനെ കിട്ടി. ഇപ്പുറത്തെ ഏരിയയിൽ നമുക്ക് വെറും 3 സ്പീഷീസിനെ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഏത് ഏരിയയിലാണ് കൂടുതൽ? ഫസ്റ്റ് ഏരിയയിലാണ്. അപ്പോൾ ദാറ്റ് ഏരിയാസ് ഗോട്ട് ഗ്രേറ്റർ സ്പീഷീസ് റിച്ച്നെസ്. അപ്പോൾ നമ്മൾ രണ്ട് ഏരിയ കമ്പയർ ചെയ്തതിൽ ഫസ്റ്റ് ഏരിയയിലാണ് നമുക്ക് കൂടുതൽ സ്പീഷീസ് കിട്ടിയത്. ഏകദേശം 5 സ്പീഷീസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഏരിയയിലോ ഏകദേശം 3 സ്പീഷീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എത്ര സ്പീഷീസ് കൂടുന്നോ അതിനനുസരിച്ചിട്ടാണ് റിച്ച്നെസ്സും കൂടുന്നത്. മോർ സ്പീഷീസ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ റിച്ച്നെസ്. നൗ ലെറ്റ് us മൂവ് ഓൺ ടു സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്സ്. ഗ്രേറ്റ് ജർമ്മൻ നാച്ചുറലിസ്റ്റും ജോഗ്രഫറുമായ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലോറേഷൻസിൻ്റെ ഭാഗമായിട്ട് സൗത്ത് അമേരിക്കൻ ജംഗിൾസിൽ പോയി സ്റ്റഡി ചെയ്തു. അപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഒബ്സർവ്ഡ് ദാറ്റ് വിത്തിൻ എ റീജിയൻ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസ്ഡ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? വി ഒബ്സർവ്ഡ് ദാറ്റ് വിത്തിൻ എ റീജിയൻ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസ്ഡ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ. നമുക്കിപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പാരറ്റ് പോപ്പുലേഷൻ എടുത്തു, പാരറ്റിൻ്റെ സ്പീഷീസ് കൺസിഡർ ചെയ്തു. ഇതാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് സ്റ്റഡി ചെയ്ത സൗത്ത് അമേരിക്കൻ ജംഗിൾ. ഈ ഒരു ജംഗിളിൽ ആദ്യം നമ്മൾ ഒരു ഏരിയ അബൌട്ട് 5 കിലോമീറ്റർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ഏരിയയിൽ ഏകദേശം 500
നമ്പർ ഓഫ് സ്പീഷീസ് നമ്മൾ ഒബ്സർവ് ചെയ്തു. എഗെയിൻ നമ്മളൊരു 5 കിലോമീറ്റർ കൂടെ കൂട്ടി ഒരു 10 കിലോമീറ്റർ ഏരിയ കൺസിഡർ ചെയ്തു. ഇത്രയും ഏരിയയിൽ നമ്മൾ ഒരു 800 നമ്പർ ഓഫ് സ്പീഷീസ് കിട്ടി. ഒരു 5 കിലോമീറ്റേഴ്സും കൂടെ കൂടുതലെടുത്ത് ഒരു 15 കിലോമീറ്റേഴ്സ് ഏരിയ നമ്മൾ നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? അപ്രോക്സിമേറ്റ് ആയിട്ട് അവിടെയും 800 നമ്പർ ഓഫ് സ്പീഷീസ് തന്നെയാണ് കിട്ടിയത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആസ് ഏരിയ ഇൻക്രീസ്ഡ്, സ്പീഷീസ് റിച്ച്നെസ് വിൽ ഓൾസോ ഇൻക്രീസ്, ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഒരു ഗ്രാഫിൻ്റെ രൂപത്തിലേക്കാക്കി കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അതിൽ നമുക്കൊരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ നമ്മളൊരു 5 കിലോമീറ്റർ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടി. ഒരു 500 നമ്പർ ഓഫ് സ്പീഷീസ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു. എഗെയിൻ നമ്മളൊരു 10 കിലോമീറ്റേഴ്സ് സ്റ്റഡി ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. about 800 നമ്പർ ഓഫ് സ്പീഷീസ് ഉണ്ടായിരുന്നു. എഗെയിൻ നമ്മളൊരു 15 കിലോമീറ്റർ സ്റ്റഡി ചെയ്തു. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 800 ആണ് കിട്ടിയത്. പിന്നെ അങ്ങോട്ട് എത്ര കിലോമീറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ആ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് നമുക്കൊരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോള വന്നു. ലാസ്റ്റ് ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് അങ്ങോട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ലോഗ് സ്കെയിലിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തത്. ലോഗ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അത് കിട്ടിയത്. നമ്മളുടെ ഈ റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു സി എ റേസ് ടു ഇസഡ് ആണ്, വേർ എസ് ഈസ് ഈക്വൽ ടു സ്പീഷീസ് റിച്ച്നെസ്, എ ഈസ് ഈക്വൽ ടു ഏരിയ, then c is equal to y intercept and z is equal to slope of the line. Equation of the straight line is equal to log s is equal to log c plus z log a, where s is the species richness, a is the area, z is the slope of the line, c is the y-intercept. Ecologists have discovered that the value of z, that is the slope of the line, lies in the range of 0.1 to 0.2 regardless of the taxonomic group or the region. Okay, but if you analyze the species area relationships among very large areas, like for example the entire continent itself, you will find that the slope of the line to be much steeper. That is, z values in the range of 0.6 to 1.2. For example, if we consider frugivorous birds and mammals in the tropical forest of different continents. Okay, that is one example. So here the slope is found to be 1.15. അപ്പോൾ നമ്മൾ നോർമൽ കേസിൽ ഇക്കോളജിസ്റ്റ് ഡിസ്കവർ ചെയ്തത് ഇസഡിൻ്റെ വാല്യൂ ഒരു റേഞ്ചിലായിരിക്കും 0.1 to 0.2. പക്ഷേ നമ്മൾ കൂടുതൽ ഏരിയ എടുക്കുന്തോറും, അതായത് വെരി ലാർജ് ഏരിയാസ് കൺസിഡർ ചെയ്യാണ്, ലൈക്ക് ഒരു കോണ്ടിനെൻ്റൊക്കെ എൻറ്റയർ കോണ്ടിനെൻ്റൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലോപ്പ് ഓഫ് ദി ലൈൻ കൂടുതൽ സ്റ്റീപ്പർ ആവും. സ്റ്റീപ്പർ മീൻസ് വാട്ട്? സ്ലോപ്പ് സ്റ്റീപ്പർ ആവുന്നത് അവിടെ നമ്പർ ഓഫ് സ്പീഷീസ് റിച്ച്നെസ് കൂടുമ്പോഴാണ് കൂടുതൽ സ്റ്റീപ്പർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കോണ്ടിനെൻസിലുള്ള ഫ്രൂട്ട് ഈറ്റിംഗ് ആയിട്ടുള്ള ബേർഡ്സിനെയും മാമൽസിനെയൊക്കെയാണ് സ്റ്റഡി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ആയി കിട്ടുന്ന ഇസഡ് വാല്യൂവിൽ നിന്ന് വാല്യൂ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇസഡ് വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്ത് കൂടുതൽ 1.15 എന്നുള്ള ഒരു വാല്യൂവിലേക്കൊക്കെ എത്തും. സ്റ്റീപ്പർ സ്ലോപ്സ് മീൻസ് വാട്ട്? മീൻസ് slopes which are closer to the vertical axis.
സ്റ്റീപ്പർ സ്ലോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻക്രീസിങ് ഫാസ്റ്റർ ദാൻ ദ ഏരിയ. ഓക്കെ, നമ്മൾക്ക് കിട്ടുന്ന നമ്പർ ഓഫ് സ്പീഷീസ് ഫാസ്റ്റർ റേറ്റിലാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റർ റേറ്റിലാണ് നമ്പർ ഓഫ് സ്പീഷീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് എ കോണ്ടിനെൻറ്റ്, ഓക്കെ, കോണ്ടിനെൻറ്റ് പോലത്തെ ലാർജ് ഏരിയാസ് എടുക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റീപ്പർ സ്ലോപ്സ് നമുക്ക് കിട്ടുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ടു ദ എക്കോസിസ്റ്റം. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ് പഠിക്കുന്നത്. ഇതിൽ റിവേർട്ട് പോപ്പർ ഹൈപ്പോത്തസിസ് വച്ചിട്ടാണ് സ്റ്റാൻഫോർഡ് എക്കോളജിസ്റ്റായ പോൾ എൽറിച്ച് എക്കോസിസ്റ്റത്തിനെയും അവിടുത്തെ സ്പീഷീസിൻ്റെയും ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു എയർപ്ലെയിനിനെ എക്കോസിസ്റ്റമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇൻ ആൻ എയർപ്ലെയിൻ ഓൾ പാർട്സ് ആർ ജോയിൻഡ് വിത്ത് മെനി റിവറ്റ്സ്. അല്ലേ, ഒരു എയർപ്ലെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒത്തിരി റിവറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഒരു എയർപ്ലെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റിവറ്റ്സിനെ നമുക്ക് സ്പീഷീസ് ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, സോ ഒരു എയർപ്ലെയിൻ ഒരു ഇക്കോസിസ്റ്റമാണ്. എയർപ്ലെയിനിലുള്ള റിവറ്റ്സ് അവിടുത്തെ സ്പീഷീസാണ്. ഇഫ് പാസഞ്ചേഴ്സ് പോപ്പ് എ റിവറ്റ് ഇറ്റ് മേ നോട്ട് അഫക്റ്റ് ഫ്ലൈറ്റ് സേഫ്റ്റി. അതിലുള്ള ആ എയർപ്ലെയിനിൽ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സ് ഓരോരോ റിവറ്റ്സ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് റിമൂവിങ് വി ക്യാൻ കമ്പയർ ടു എക്സ്റ്റിങ്ഷൻ ഓഫ് എ സ്പീഷീസ്. അപ്പോൾ അത്രയും വലിയൊരു എക്കോസിസ്റ്റത്തിൽ ഓരോരോ സ്പീഷീസ് ആയിട്ട് എക്സ്റ്റിങ്ക്റ്റഡ് ആവുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ റിവറ്റ്സിനെ പോപ്പ് ചെയ്യുമ്പോൾ അത് ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റിയെ അഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. എങ്ങനെയാണെങ്കിൽ അത്ര കുഴപ്പക്കാരല്ലാത്ത സ്പീഷീസാണ്, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് അല്ല അവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നതെങ്കിൽ മാത്രമേ എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കുന്നുള്ളൂ. ബട്ട് ആസ് മോർ ആൻഡ് മോർ റിവറ്റ്സ് ആർ റിമൂവ്ഡ് ദ പ്ലെയിൻ ബിക്കംസ് ഡേഞ്ചറസ്ലി വീക്ക്. ലോസ് ഓഫ് റിവറ്റ്സ് ഓൺ ദ വിങ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലെയിനിൻ്റെ റിവറ്റ്സ് ഓരോന്നോരോന്നായിട്ട് പാസഞ്ചേഴ്സ് പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റിയെ ഒരിക്കലും ബാധിക്കുന്നില്ല. ബട്ട് ഈ റിവറ്റ്സൊക്കെ ഫ്ലൈറ്റിൻ്റെ വിങ്സിൽ നിന്നാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് കീ സ്പീഷീസായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഒരു കീ സ്പീഷീസാണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിൽ മേജർ റോള് പ്ലേ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി മോർ ഡേഞ്ചറസ് ദാൻ ലോസ് ഓഫ് എ ഫ്യൂ റിവറ്റ്സ് ഓൺ ദ seats or windows. So, through this Rivett-Popper hypothesis, we understood the importance of species diversity to the ecosystem. Okay, so next we are going to study about loss of biodiversity. So, the loss of biodiversity has many causes, nicknamed as the evil quartet. The four major causes are habitat loss and fragmentation, overexploitation, alien species invasions, and co-extinction. So, one of the major causes is habitat loss and fragmentation. This is the most important cause. For example, tropical rainforest, which covered about 14% of Earth's land surface, is now cover no more than 6%. Thousands of hectares of rainforest are being lost within hours. The Amazon rainforest, which are known as the lungs of the planet, is being cut for cultivating soya beans or for
conversion of grasslands for cattle. Fragmentation also badly affects. When large habitats are broken down into fragments due to various human activities, mammals and birds requiring large territories and certain animals with migratory habits are badly affected, leading to population declines. Next one is the overexploitation. Need turns to greed. It leads to overexploitation of natural resources. Many species extinctions in the last 500 years. Stella's sea cow, passenger pigeon, etc. They are extincted due to overexploitation by humans. Presently, many marine fish populations around the world are also over-harvested, endangering continued existence of some commercially important species. Next, alien species invasions. Alien species cause decline or extinction of indigenous species. One of the main example is Nile perch, introduced in Lake Victoria, East Africa, caused extinction of more than 200 species of cichlid fish. Other examples are invasive weed species like carrot grass, that is Parthenium, then lantana and water hyacinth, Iconia. The recent illegal introduction of African catfish, Clarius garipinus, for aquaculture purposes is posing a threat to the indigenous catfishes in our rivers. Next one is co-extinction. Co-extinction means when a species becomes extinct, the plant and animal species associated with it in an obligatory manner will also become extinct. Obligatory എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. So, example, extinction of the parasites when the host is extinct. Next is all about biodiversity conservation. There are two main types of conservation: in situ, that is on-site conservation, and ex situ, that is off-site conservation. So what is in situ conservation? It is the conservation of genetic resources within natural or human-made ecosystems in which they occur. Example, national parks, sanctuaries, biosphere reserves, cultural landscapes, natural monuments, etc. Next one is ex situ conservation or off-site conservation. It is the conservation of organisms outside their habitats, outside their natural habitats. Okay. Example, genetic resource centers, zoological parks, wildlife safari parks, botanical gardens, gene banks, cryopreservation, etc. So that's all about biodiversity conservation.